പുതുതലമുറ വിവാഹ ക്ഷണക്കത്തുകൾ സേവ് ദ ഡേറ്റ് മാതൃകയിൽ ഡിജിറ്റൽ വേർഷന് വഴിമാറിയ കാലമാണിന്ന്. പഴയ തലമുറയുടെ വിവാഹ ക്ഷണക്കത്തുകൾ പുതുതലമുറയ്ക്ക് അത്ര പരിചിതമല്ല. എന്നാൽ കോട്ടയം ചിറക്കടവ് സ്വദേശി PN സോജന്റെ അടുത്തെത്തിയാൽ 1889 മുതൽ കല്യാണക്കുറികൾ കാണാം. ആ വിശേഷങ്ങളിലേക്ക്. 1989 നവംബർ 9 നടന്ന സ്വന്തം സഹോദരിയുടെ വിവാഹത്തിന്റെ ക്ഷണക്കത്ത് സൂക്ഷിച്ചു തുടങ്ങിയതാണ് റിട്ടയർഡ് BSNL ജീവനക്കാരനായിരുന്ന സോജൻ. അന്നു മുതൽ ഇങ്ങോട്ട് തനിക്ക് ലഭിച്ച എല്ലാ വിവാഹ ക്ഷണക്കത്തുകളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. 91 വെറും കടലാസിൽ അച്ചിടിച്ചിറക്കിയ സ്വന്തം ക്ഷണക്കത്തും ഇതിൽ ഉൾപ്പെടും. 89 മുതൽ 2025 വരെ തന്നെ ക്ഷണിച്ച വിവാഹങ്ങളുടെ കല്യാണക്കുറികൾ വർഷം തിരിച്ചാണ് സോജൻ സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് കല്യാണക്കുറികൾ കുറവായിരുന്നു, ധാരാളം കല്യാണങ്ങൾ ക്ഷണിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും കുറിയടിച്ച് ഉള്ള ക്ഷണമെന്ന് കുറവായിരുന്നു. എങ്കിലും കിട്ടുന്ന കുറികളൊന്നും തന്നെ കളയാതെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 10-15 വർഷം. പക്ഷെങ്കിൽ കുറെ നഷ്ടപ്പെട്ടും പോയി, അല്ലെങ്കിൽ ഇതിലധികം സാധനം കാണുമായിരുന്നു. BSNL സൂപ്രണ്ടായിരിക്കെ കോവിഡ് പ്രളയ കാലങ്ങളിൽ തന്റെ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ഇദ്ദേഹം നൽകി. 42 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചത്. ഈ ഘട്ടത്തിൽ ആർഭാടം പൂർണ്ണമായും ഒഴിവാക്കി. പകരം നിർധന കുടുംബങ്ങളിലെ 20 കുട്ടികൾക്ക് പഠനാവശ്യത്തിനായി 1 വർഷത്തേക്കുള്ള ഇന്റർനെറ്റ് കണക്ഷൻ സ്വന്തം ചെലവിൽ എടുത്തു നൽകി. ഇപ്പോൾ സോജനും ഭാര്യ ബിന്ദുവും മരണശേഷം തങ്ങളുടെ മൃതദേഹങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വിട്ടു നൽകാൻ സമ്മതപത്രവും എഴുതി നൽകിയിട്ടുണ്ട്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.